ബാക്കി ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്. ഇന്ന് കൊച്ചപ്പയുടെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ഇന്ന് കറങ്ങാൻ വന്നിരിക്കുന്നത് എവിടെ? അത് മങ്ങളുടെ 50ാമത്തെ ബർത്ത്ഡേക്ക്. ഇന്നലെ ഗൈസ് ഞങ്ങള് കൊച്ചപ്പയ്ക്ക് കേക്ക് കട്ട് ചെയ്യാൻ പോയി രാത്രി. ഓക്കെ, എല്ലാരും പാടൂ. ഹാപ്പി ബർത്ത്ഡേ. രാവിലെ 6 മണിക്ക് നമ്മൾ ട്രിപ്പ് പോകാൻ വേണ്ടിട്ടാണ് എഴുന്നേറ്റിരിക്കുന്നത്. നേരത്തെ എഴുന്നേക്കത്തില്ല. ട്രിപ്പ് എന്ന് പറഞ്ഞപ്പോ എല്ലാരും ചാടി പറഞ്ഞൊക്കെ പൊതുവെ ഞാൻ നേരത്തെ ജിമ്മിൽ പോവാൻ ജിമ്മിൽ 6 മണിക്ക് പോയിട്ട് ഒരു 8 മണിക്ക് തിരിച്ചു വന്ന് ഉറങ്ങും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് നമ്മളൊരു മഞ്ഞുമൽ വൈബാണ് പിടിച്ചിരിക്കുന്നത് ഗൈസ്. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. എല്ലാരുമായിട്ട് ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് കുറെ നാളായി. ലാസ്റ്റ് ആയിട്ട് പോയത് എപ്പോഴാണ്? എല്ലാരുമായിട്ട് അതുപോലെ ഗ്രാൻഡ് ആയിട്ടില്ലായിരുന്നു. അതിനുശേഷം എല്ലാവരും പുറത്ത് പോയിട്ടില്ല. ഇവിടെ പൊഴിക്കര ബീച്ചിൽ. ഓക്കെ ശരി ഗൈസ്, അൻപസാന്റെ ചളി കണ്ടിട്ടിരിക്കാൻ നമുക്കിവിടെ സമയമില്ല. അബേമോസ് അതൊരു ലാറ്റിൻ ഭാഷയാണ്. അതെങ്ങനെ നിനക്കറിയാം? അതൊക്കെ എനിക്കറിയാം, ഞാൻ ഡുവോലിംഗോ നോക്കി പഠിച്ചതാണ്. ഡുവോലിംഗോ ആണ് വേൾഡിലെ മോസ്റ്റ് പോപ്പുലർ ഫ്രീ ലാംഗ്വേജ് ലേണിംഗ് ആപ്പ്. ഇതിൽ 40ലും കൂടുതൽ ലാംഗ്വേജസ് അവൈലബിൾ ആണ്. ഇതിൽ ഇംഗ്ലീഷ്, ഹിന്ദി, ഫ്രഞ്ച്, സ്പാനിഷ്, ജർമ്മൻ ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇത് നമുക്ക് ആപ്പ് സ്റ്റോറിൽ, പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് ഗെയിം കളിക്കുന്ന പോലെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഡുവോലിംഗോ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്പീക്കിംഗ്, ലിസണിംഗ്, റീഡിംഗിനാണ്. ഡെയിലി ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതി. പിന്നെ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു റിമൈൻഡറും കൂടെ ആയിരിക്കും. നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ ഒത്തിരി ടോപ്പിക്സ് ഉണ്ട്, ലൈക്ക് ജോബ്, ട്രാവലിംഗ്, എക്സെട്ര. ഇത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആദ്യം നമ്മൾ ഡുവോലിംഗോ ആപ്പ് ഓപ്പൺ ആക്കാം. ഗെറ്റ് സ്റ്റാർട്ടഡ്, കണ്ടിന്യൂ, വീണ്ടും കണ്ടിന്യൂ. ഇതിൽ 40ലും കൂടുതൽ ലാംഗ്വേജസ് ഉണ്ട്. ഇതിൽ ഏത് വേണം നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ലാറ്റിൻ ആണ് എടുക്കുന്നത്. കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെ ഡുവോലിംഗോ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ യൂട്യൂബ് കൊടുക്കാം, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇതിൽ എത്രത്തോളം ലാറ്റിൻ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ന്യൂ ആണെന്ന് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. എന്തിനാണ് ലാറ്റിൻ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ സപ്പോർട്ട് മൈ എഡ്യൂക്കേഷൻ കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഡെയിലി എത്ര മിനിറ്റ് യൂസ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ 10 മിനിറ്റ് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇതിൽ ഞാൻ ന്യൂ ആയതുകൊണ്ട് ഞാൻ ECS ലെവലാണ് കൊടുക്കുന്നത്. ഇത് നിങ്ങൾ കേട്ടോക്ക്. വുമൺ കണ്ടില്ലേ? കറക്റ്റ് ആൻസർ. വീണ്ടും നമ്മുടെ ആൻസർ കറക്റ്റ് ആയി. ഇതുപോലെ ഈസി ആയിട്ട് ഗെയിം കളിക്കുന്ന പോലെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പൊ അച്ചാച്ചൻ കളിച്ചു നോക്ക്. കണ്ടില്ലേ? കറക്റ്റ് ആയി. അപ്പോൾ ഡുവോലിംഗോ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അച്ചാച്ചന് പോയി ഡൗൺലോഡ് ചെയ്തോ, എന്തായാലും നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓണല്ലേ, നമുക്ക് പോവാം. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. കിനാവ് കൊണ്ട് കെട്ടി കൊട്ടാരം, അതിൽ രാജാവ്. ചെറിയ ഭൂമിയെ ആരും നെട്ടരുത്, ഞങ്ങളിപ്പോ നിൽക്കുന്നത് നെട്ടയിലാണ്. അൻപച്ചാച്ച എനിക്ക് പറഞ്ഞത് ഗൈസ്. അൻപച്ചാന്റെ വായനേനെ ഇങ്ങനത്തെ ഫണ്ടൊക്കെ വരും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗൈസ്. ഒരു അടിപൊളി സ്ഥലം. കഥയൊന്നും അറിയാത്ത കൂട്ടം, കുരങ്ങ് കരങ്ങളിലോ പൂന്തോട്ടം. വയറ് നിറയ്ക്കാനല്ലേ നെട്ടോട്ടം, വലയിലൊതുങ്ങുന്ന പരലിൻ കൂട്ടം. കുരുവി കൂട്ടും പോലെ കൂട്ടിയല്ലോ മുക്കത്ത്, കുതിര പോലെ പാഞ്ഞു വേണ്ടതല്ല പുള്ളിക്കെട്ട്. കയറിട്ട കാല ജീവിതം ചൊല്ലിക്കെട്ട്, കണ്ണു മൂടിക്കെട്ടി ഉണ്ടാക്കുന്ന ഇത് ഞാൻ സത്യം പറഞ്ഞ ഫസ്റ്റ് ടൈമാണ് പറഞ്ഞിട്ടാണ് വന്നത്. കിട്ടില്ല വ്യൂ. ഫാമിലി എല്ലാവരും അടിച്ചു പൊളിക്കണമെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നാൽ പീസ്ഫുൾ ആയിട്ട് അടിച്ചു പൊളിക്കും. ഒരിക്കലും തീരാത്ത ഈരമുണ്ടല്ലോ, കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ. ഒരിക്കലും തീരാത്ത ഈരമുണ്ടല്ലോ, കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ. ഗൈസ്, ഇവിടത്തെ ഒരു കിട്ടില്ല ബ്യൂട്ടി തന്നെ ഉണ്ട്. ചില സമയങ്ങളിലൊക്കെ എങ്ങനെയാണ് അത് നമ്മള് കുട്ടികളാകും. അവര് കുട്ടിക്കാലത്തോട്ട് അങ്ങ് പോയി. 50 വയസ്സായിട്ടും കുട്ടികളാവുന്നു. 63 വയസ്സുകാരൻ കുട്ടിയാകുമ്പോ പിന്നെ 50 വയസ്സുകാരനാകണ്ടേ? ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങള് ഇതിനേക്കാളും കളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോലും വിടത്തില്ല. 3 monkeys in a tree. Under one production. അമലേന്ദ്ര ബാഹുബലി. അഴുത്തിൽ പിറന്നവരാണടാ, അഴിയിൽ മുഖങ്ങൾ നീന്തുന്ന ആണടാ. പകല് പറന്നു പോയിടാ, ഇരവ് നമുക്കുള്ളതാണ്. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது.
ഗൈസ് എന്നെ ഈ മരത്തിന്റെ മുകളിൽ കയറ്റി ഇരുത്തിയിരിക്കുന്നു, എന്നെ ഇറങ്ങുന്നില്ലേ? മരത്തിന്റെ മുകളിലല്ലേ എന്റെ തോളത്ത് കയറിയിരിക്കുന്നു. അമ്മ എന്നെ പ്രസവിച്ചത് മരത്തിന്റെ മുകളിലായതുകൊണ്ട് ഗേൾസ് എല്ലാം ഒരു സൈഡ്, ബോയ്സ് എല്ലാം ഒരു സൈഡ്. ടൂർ ആവുമ്പോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കണം കേട്ടോ. ഞങ്ങൾ തൽക്കാലം +2 പഠിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ഞങ്ങൾ +2 പഠിക്കുന്ന കുട്ടികളാണ്. കുറെ വർഷം കൊണ്ട് +2ലാണെന്ന് തോന്നുന്നു കേട്ടാ കണ്ടിട്ട്. അല്ലേ 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 ോട്ട് പോവാം. അപ്പൊ ആന്റി ഇങ്ങോട്ട് അങ്കിൾ ഇപ്പൊ +2 പഠിക്കുന്നത്. +2 അല്ലേ ഇവര് പഠിക്കുന്നതെന്ന് പറഞ്ഞു. +2 പഠിക്കുന്ന അങ്കിൾ ഇങ്ങനെ നടന്നു വരുന്നത് കാണാൻ ലുക്ക് ഉണ്ട്, ഇങ്ങനെ നടന്നു വരുന്നത്. ആന്റിക്ക് കുറെ ദിവസം കൊണ്ട് ഒരു നോട്ട അങ്കിൾ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ നിന്നിട്ട് അങ്കിള് വരുമ്പോ ഒന്ന് സംസാരിച്ച് ഒന്ന് പ്രൊപ്പോസ് ചെയ്യണം, അത്രേ ഉള്ളൂ. എവിടെ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ കണ്ടിട്ടുണ്ടല്ലോ. എവിടെയാ താമസിക്കുന്നത്? എന്താ വേണ്ട? കൂൾ ഡൗൺ. എന്തിനാ ഇത്രയും റേസ് ആവുന്നത്? ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വന്നതാണ്. Don't touch. അങ്കിൾ സെക്യൂരിറ്റി അല്ലേ അവിടെ? ഞാനിവിടെ വരുമ്പോഴേ ഈ സെക്യൂരിറ്റി അങ്കിൾ അപ്പോഴും അവിടെ നിന്ന് എന്നെ വാച്ച് ചെയ്യാറുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ടൈം പാസിന് വരുന്നതാണ്. അങ്കിൾ ഇതിലൊന്നും ഒന്ന് ഇന്റർഫിയർ ചെയ്യണ്ട കേട്ടോ. പ്രശ്നമുണ്ടല്ല, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അതായത് ആ കുട്ടി എന്നെ നോക്കി പോലും, ഈ കുട്ടി. പക്ഷെ ഞാൻ വളയ്ക്കാൻ ശ്രമിച്ചിട്ട് വളയാത്തവളാണ്, എന്നിട്ട് ഇപ്പൊ നോക്കി പോലും. അതിന്റെ ന്യായം പെൺകുട്ടികളുടെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞാൽ പയ്യന്മാര് പുറകിലോട്ട് വരുമ്പോ ഞങ്ങൾ മൈൻഡ് ചെയ്യൂല. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിന്റെ ഉള്ളിൽ ഒരു ഇഷ്ടം ഉണ്ടാവും. ഇപ്പോഴാണ് അറിഞ്ഞത് കല്യാണം കഴിഞ്ഞ് അല്ല സെക്യൂരിറ്റിയുടെ ആവശ്യം വരുമ്പോൾ Will you marry me? രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഇത് തന്നെ കല്യാണം. അങ്കിളിനെ വലിയപ്പ കണ്ണുകൂട്ടും. ബാക്കി നമുക്ക് സ്ക്രീനിൽ കാണാം. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, പൊന്മണി ഉൻ വീട്ട് സൗഖ്യമാ ഞാൻ ഇങ്ങ് സൗഖ്യമേ. കുറേ നാളുകൊണ്ട് ഞാൻ ഒരു കാര്യം ആലോചിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് പറയണമെന്ന് തോന്നി. എനിക്ക് ഇയാളെ ഇഷ്ടമാണ്. എന്തു പറയുന്നു? മനിതരുണത് മനിത I love you. അഭിരാമിയെ താലാട്ടും സാമിയെ ഞാൻ താനെ തെരിയുമാ. കണ്ണടയ്ക്കാവൂ? ഇങ്ങനെ അടയ്ക്കണം. ആള് മൂവ് ചെയ്യുന്നത് പോലെ ഇരിക്കുന്നു. Will you marry me? പെണ്ണ് കാണാൻ പോയ സമയത്ത് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ ഒരു സാധനം എന്ന് പറയുന്നത്, എൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ കൈ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആകെപ്പാടെ ഞാൻ മുഖത്ത് നോക്കിയതിനേക്കാളും കൈയാണ് നോക്കിയത്. എന്നിട്ട് നേരെ കൈ ഇങ്ങനെ തന്നെ നോക്കിയിരുന്നു. എന്ത് പറ്റി വിറയ്ക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ആകെപ്പാടെയുള്ള ആദ്യത്തെ സംസാരം അതായിരുന്നു. ഷി വാസ് വിത്ത് മീ ഫോർ ദ ലാസ്റ്റ് 23 years. താങ്ക് യു വെരി മച്ച്. ആൻഡ് വിറയ്ക്കാതെ നിൽക്കുക. ഹാപ്പി ബർത്ത്ഡേ. സുബലാലി ലാലി 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 അഭിരാമി ലാലി 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 ഓ കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ. നമ്മൾ അങ്ങ് വീട്ടിൽ നിന്ന് കരിക്ക് കൊണ്ടുവന്നത്. കരിക്ക് മാത്രമല്ല, വാട്ടർമെലൻ, ഫ്രൂട്ട്സ്, എല്ലാ സാധനങ്ങളും നമ്മൾ ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നു.
മിനറൽ വാട്ടർ. വെള്ളം വരെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിക്കും. ഒരു വൺ ഡേ പിക്നിക്. ഇത് നമ്മൾ ആ തണലത്ത് പോയിരുന്നു കുടിക്കുമ്പോ കഴിക്കുമ്പോൾ ഉള്ള ഒരു സുഖം ഉണ്ടല്ലോ. പിന്നെ അവിടുത്തെ വ്യൂ അത് പറയണ്ട ഗൈസ്, വേറെ ലെവൽ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കാറ്റും കൂടെ ആയതുകൊണ്ട് നല്ല സുഖമുണ്ട്. എന്റെ സാധനം കുടിക്കാൻ വേണ്ടി എന്റെ സാധനം കുടിച്ചല്ലേ. പ്രൊഫഷണൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഫഷണലിസം കുറച്ച് കാണിക്കുന്നത്. നല്ല കായലിന്റെ അടികത്തിരുന്ന് ഇങ്ങനെ ചിക്കനും കപ്പയും ബീഫും അത് അബിന്റെ ബീഫും സ്വന്തം പ്ലേറ്റിൽ പോയി കഴിയും. പത്തിരി സെറ്റ്. ഇനി നമുക്ക് പത്തിരിയും ബീഫുമായിട്ട് കുറച്ച് ട്രൈ ചെയ്ത് നോക്കാം. അതിന്റെ ബീഫ് അതിനേക്കാളും സെറ്റ് ഇല്ല. എല്ലാം ഒരു ബീഫല്ലേ. ഉച്ചവെയിലത്ത് മാട് പോലെ ഉടച്ചിട്ട് അന്തിമയങ്ങുമ്പോൾ ആടിക്കള്ളു കുടിച്ചിട്ട് പിച്ചടിച്ചതെല്ലാം പെരിയാറി മടിത്തിട്ട് ട്രാക്ക് മാറ്റി ഒന്നും അറിയില്ലടാ കുടിച്ച കള്ളു കള്ളമൊന്നും പറയില്ലടാ കുതന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ളു കള്ളമൊന്നും പറയില്ലടാ കുതന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ളു കള്ളമൊന്നും പറയില്ലടാ കുതന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ളു കള്ളമൊന്നും പറയില്ലടാ. I bet you got a bitch that you don't know who to trust. So many player hating niggas trying to sound like us. Say they ready for the rumble, and I don't think they know. Straight to the depths of hell is where them cowards gone. Well, all you still damn nigga holler when you see me, and let these devils be something. നിങ്ങൾ അറിയാതെ ഈ കേക്ക് കൊണ്ടുവന്നു. നമുക്ക് പാട്ട് പാടി ആഘോഷത്തോടെ പോയാലോ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ അങ്കിൾ, ഹാപ്പി ബർത്ത്ഡേ May God God bless uncle. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരി, അപ്പൊ അത് അറിയാതെ എഴുതിയായിരിക്കും 50 എന്ന്. നല്ല സീരിയസ് ആയിട്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ ഈ രീതിയിൽ ബർത്ത്ഡേ ഒന്നും അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. പക്ഷേ ഇത് സൂപ്പർ. വി കെയിം ഔട്ട്, വി എൻജോയ്. നമ്മളിപ്പോ എങ്ങോട്ടാണ് പോകുന്നത്? We are going to Ooty. Rock and waterfalls we explore. ഗൈസ്, ആണുങ്ങൾ ഒരു വഴി പോണം, പെണ്ണുങ്ങൾ ഒരു വഴി കൂടെ പോണം. ഇവർ പക്ഷെ ഒരു വഴിക്കേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് ഒരുമിച്ച് പോണ്. 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഞാൻ ടൂറിന് വന്നിട്ടുണ്ട്. ഒരു സ്കൂളിലല്ലേ പഠിച്ചേ? പണ്ട് വന്നതാണ് ഇവിടെ. ആ സമയത്തുണ്ടല്ലോ ഇതിങ്ങനെ ഒന്നും അല്ലായിരുന്നു. ഇപ്പൊ നോക്ക് അടിപൊളിയായിട്ടുണ്ട്. ഉച്ചവെയിലത്ത് മാട് പോലെ ഉടച്ചിട്ട് അന്തിമയങ്ങുമ്പോൾ ആടിക്കള്ളു കുടിച്ചിട്ട് പിച്ചടിച്ചതെല്ലാം പെരിയാറി മടിത്തിട്ട് കുളിച്ചില്ലല്ല, പോയി കുളി. ഇപ്പഴെങ്കിലും കുളി. എത്ര ദിവസമായി കുളിച്ചിട്ട്? 10 ദിവസമായി. ഓടിപ്പോ. ആടുവാൻ അടങ്ങി അങ്ങ് ജീവിച്ചിട്ട് കണ്ണുനീര് കൂട്ടിയല്ലോ കുച്ചിലങ്ങിട്ട് ജീവിതത്തിന് ആശയെല്ലാം കുത്തിയിട്ട് ഒടുക്കം മരിക്കുമ്പോൾ 6 അടി മണ്ണ് തന്നെ വേണം തുപ്പിയിട്ട. എന്തോ കാർ തുപ്പി. നാണുണ്ടോ ഒരാൾ തുപ്പിയിരിക്കണ്? തുപ്പിയിരിക്കണ അങ്കിള് തുപ്പിയെന്ന് പറഞ്ഞ ഒന്നും ആകാൻ പോകുന്നില്ല. ഇതിപ്പോ എന്നെ തുപ്പണ്? ഞാൻ മൂത്രമൊഴിച്ചിട്ടില്ല. പിടിഞ്ഞതെല്ലാം വായിടാ കാണ്ട മൃഗത്തിന്റെ തോലിടാ അഴുകി പിറന്നവരാണടാ അഴയിൽ മുഖങ്ങൾ നീന്തുന്ന ആളടാ പകല് പറന്നങ്ങ് പോയിടാ. പകല് പറന്നങ്ങ് പോയിടാ ഇരവ് നമുക്കുള്ളതാടാ പദവി പണമൊന്നും വേണ്ടടാ. ഇത് ഇപ്പൊ അവിടെ കുറച്ച് ചൂടായിരുന്നു. ചൂട് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇവരിവിടെ നിൽക്കുമ്പോഴുള്ള അവസ്ഥ നമുക്ക് അവരടുത്ത് തന്നെ ചോദിക്കണം. അവസ്ഥ നിനക്ക് പറഞ്ഞാലും മനസ്സിലാവത്തില്ല. ഇത് ഗുണമുള്ള തോടാ மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. വണ്ടിയിൽ എന്താ ഒരു വെള്ളം പോകുന്നു? സീരിയസ് ആയിട്ട് വെള്ളം വരുന്നത് സ്മെല്ല് എടുക്കുന്നില്ലേ? കാണാൻ പറ്റത്തില്ല. അത് ഇവിടെ വന്നാലും കാണാൻ പറ്റൂല, ഇവിടെ വന്നാലും കാണാൻ ഈ പറ്റൂല. വണ്ടിയല്ല, ആ വണ്ടി. ആ വണ്ടിയിലാ സ്മെല്ല്. വീണ്ടും
സജസ്റ്റ് ചെയ്യുന്നത് സൂപ്പർ. ഇത് ഫേസ് വാഷ്, ആഫ്റ്റർ ഷേവ്, ഇത് പെർഫ്യൂം. ഫേസ് വാഷ് നിങ്ങൾ എടുത്തോ, ഇത് കൊള്ളാം. ഇപ്പൊ തുറന്നാ എല്ലാരും അടിക്കും. ആ വണ്ടിയിൽ ഇനി കൊണ്ടുപോകാൻ ഇനി അത് അവിടെ വരെ കൊണ്ടുവരട്ടെ. സർപ്രൈസ്. നാട്ടുകാരെല്ലാം എല്ലാത്തിലും ബില്ല്. സൂപ്പർ. ലീ കൂപ്പറിന്റെ എൻ്റെ ഇല്ല, അത് കൊള്ളാം. നമ്മൾ സൂപ്പർ. വിജയിച്ചാ. അതെ, സൂപ്പർ. നല്ല 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 ചോയ്സ്. സൂപ്പർ സോൾ ആൻഡ് സൂപ്പർ ഫാഷൻ. ക്ലാസി സാധനമാണ്. ജ്യൂസി, ജ്യൂസി Juicy. ആൻഡ് ജ്യൂസി. 50 വയസ്സും കൂടെയാണ്. ആ വണ്ടിയിലൂടെ ലീക്ക് ഉണ്ടെന്ന് അതുകൂടെ ഒന്ന് നോക്കാമോ? നമ്മുടെ രണ്ടാമത്തെ പ്രാവശ്യം വാങ്ങിക്കുന്നതെന്ന് പറയത്തേ ഇല്ല. മുന്നേ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തിട്ട് വീണ്ടും വാങ്ങിക്കുന്നു. നല്ല ഷർട്ടല്ലേ, നല്ല സെലക്ഷൻ. ആരാണോ എടുത്തത്? പാർട്ടി വെയർ നല്ല സൂപ്പർ സെലക്ഷൻ. താങ്ക് യു വെരി മച്ച്. വലിയ സമ്മാനം. എനിക്ക് എല്ലാ വർഷവും ഇതുവരെ എന്താണ്? വാവ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൂപ്പർ. താങ്ക് യു മാർട്സ് ആൻഡ് ഷെറീന ആൻഡ് റിക്കി എമി. അഴുകി തുറന്നവരാണടാ, അഴിയിൽ മുഖങ്ങൾ നീന്തുന്ന ആളടാ, പകല് പറന്നങ്ങ് പോയിടാ, ഇരവ് നമുക്കുള്ളതാണടാ. ഞങ്ങൾ ഒരു വലിയ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. കോവളം ബീച്ചാണ്. കന്യാകുമാരിയിൽ നിങ്ങൾ കോവളം കണ്ടിട്ടുണ്ടോ? ഇതാണ് കോവളം ബീച്ച്. ഇന്നത്തെ വൈബ് ഗൈസ് ടോട്ടലി വേറെ. വെള്ളരിക്കയും മുളകും പണ്ട് പെരുന്നാളിന് മാത്രം കഴിച്ചിട്ടുണ്ട്. പണ്ട് ആ ശീലമാണ്. അതെന്താ സാധനം? അത് ബർത്ത്ഡേ പോയി അനന്തുച്ചാന് മാത്രം ഞങ്ങളുടെ കുടുംബത്തിൽ സെമിനാരിയിൽ പോയിട്ടുണ്ട്. ഈ നല്ല പിള്ളേരില്ലേ സെമിനാരിയിൽ പോയിട്ട് അച്ഛനാവും, അഴുക്ക പിള്ളേർ അവിടെ നിന്ന് തിരിച്ചു വരും. ഇവർ രണ്ടും അങ്ങനെയാണ്. എടാ ഇപ്പോഴും അച്ഛൻ തന്നെ. അഷിൻ ബെർണാഡ്, അഷ്ന ബെർണാഡ്. ഞാൻ ഇപ്പൊ ഡീക്കനായതേ ഉള്ളൂ. 2 വർഷം കഴിഞ്ഞാൽ വച്ചപ്പെട്ട ബാവയും എമി എനിക്ക് കുറച്ച് ചിപ്പി എടുത്തു തന്നു. എന്നിട്ട് ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ നോക്ക്, ഞാനൊരു ഹാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നു ഗൈസ്. ഒരു ഓസ്കാർ ഏരിയ. പക്ഷേ ഇത് നമ്മൾ ഇവിടെ വച്ചിട്ട് പോകുന്നില്ല. ഇതെല്ലാം ഞാൻ എടുത്തിട്ട് പോകുമ്പോൾ കുപ്പായം അതിൽ നിറങ്ങളങ്ങുകില്ല കട്ടായം, കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവ്. ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക്, ഉച്ചക്കിറുക്കിൽ നീ ഉയരത്തിൽ പറക്ക്, ചെറിയ പൂത്താലും താമര കണക്ക്, ചോറ് പോലെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക്. കഥയൊന്നും അറിയാത്ത കൂട്ടം, കുരങ്ങ് തരങ്ങളിലോ പൂന്തോട്ടം, വയറ് നിറയ്ക്കാനല്ലേ നെട്ടോട്ടം, വലയിൽ ഒതുങ്ങാത്ത പരലിൻ കൂട്ടം. കൃഷ്ണേച്ചി ജിത്തു അച്ചാച്ചനും കൊച്ചപ്പയ്ക്ക് വേണ്ടിയിട്ട് 2 ഗിഫ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടു കൊടുക്കാൻ കൊച്ചപ്പ ഇപ്പൊ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുന്ന അശ്നേച്ചി ജിത്തു അച്ചാച്ചനും വീഡിയോ കോളിൽ വന്നിട്ടുണ്ട്. ഹായ് പറയും. മര്യാദക്ക് സ്കൂളിൽ പഠിപ്പിക്കാൻ മാത്രം പൊക്കോണം, റീൽസ് കളിച്ചൊന്നും നടക്കരുത്. പിന്നെ മുടി എപ്പോഴും ഇങ്ങനെ ഷോർട്ട് ആയിട്ട് വെട്ടരുത്, ലോങ് ആയിട്ട് വളർത്തണം. കൂടുതൽ ഗ്ലാമർ ആവാൻ നോക്കണ്ട. ഇവിടെ ഗേൾസ് ഒക്കെ അച്ഛനെ പറ്റി ചോദിക്കുന്നു. ഇവിടെ സ്റ്റോറി കൂടുതൽ ഗ്ലാമർ ആവാൻ. അപ്പൊ അച്ഛനെ പറ്റി ചോദിക്കണ്ടേടാ? അച്ഛനെ പറ്റി ചോദിക്കാം. അപ്പൊ അച്ഛനാണോ ചോദിക്കണം, അല്ലാണ്ട് അങ്ങനെ ഒന്നും ചോദിക്കണ്ടോ. ഇനി 2 ഗിഫ്റ്റ് ആവാം. ഓക്കെ, 2 ഗിഫ്റ്റാ അവിടെന്നാ? മൂത്ത മോൻ്റെത്. ഗുഡ് വൺ, താങ്ക് യു. ഇനി അശ്നക്കുട്ടിയുടെ എന്താണ്? പിന്നെ നമ്പിക്രോസ് ഉണ്ട്, മണ്ടയിൽ കൊട്ടുകൊള്ളു പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു മണ്ടയിൽ കൊട്ടുകൊള്ളു. എന്താണ് നിങ്ങളുടെ മാസ്റ്റർ പീസ് മാത്രമാണ്? നമുക്കൊരു ടീഷർട്ട് ഇറങ്ങാമോ? മണ്ടയിൽ കൊട്ടുകൊള്ളും. ബൈ. വീട്ടിൽ വന്ന് എല്ലാരും ബൈ പറയും. सुबह लाली 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 अभिरामी लाली 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 ओ कण्मणि अன்போடு காதலன் நானது. അപ്പോൾ ഡുവോലിംഗോ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അച്ചാച്ചന് പോയി ഡൗൺലോഡ് ചെയ്തോ, എന്തായാലും നല്ല യൂസ്ഫുൾ ആയിരിക്കും.